Good morning, students. Today I am going to take the next chapter, our last chapter, that is time to type. Okay, chapter 7, time to type. Okay, ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, ഏതിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത ഡേറ്റ സേവ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ടെക്സ്റ്റ് ബുക്ക് ഒന്നെടുത്തേ. ഓക്കെ, നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, വേർ ഡു യു റൈറ്റ് വൈൽ യു ആർ ഇൻ ക്ലാസ്? നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ എവിടെയാണ് നമ്മൾ എഴുതുന്നതെന്ന്. നമ്മൾ എവിടെ എഴുതുന്നത്? ടീച്ചേഴ്സ് ഇപ്പോൾ നോട്ട് തരുമ്പോൾ കുഞ്ഞുങ്ങളോട് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എവിടെ എഴുതുന്നേ? നോട്ട്ബുക്കിൽ അല്ലേ? അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്തേതാ? നോട്ട്ബുക്ക് അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് നോട്ട്സ് അല്ലെങ്കിൽ ഡേറ്റാസൊക്കെ നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നോട്ട് പാഡ്. എന്താണ് നോട്ട് പാഡ്? ഓക്കെ, ജസ്റ്റ് ലൈക്ക് യു യൂസ് നോട്ട്ബുക്സ് ഫോർ റൈറ്റിംഗ്, യു ക്യാൻ യൂസ് നോട്ട് പാഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ടു പ്രാക്ടീസ് ടൈപ്പിംഗ് ഓർ ടു സേവ് യുവർ നോട്ട്സ്. എന്താ പറഞ്ഞ്? നോട്ട്ബുക്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് നോട്ട് പാഡ് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാനും നമ്മൾ ടൈപ്പ് ചെയ്ത നോട്ട്സ് സേവ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഈ നോട്ട് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോട്ട് പാഡ് ഈസ് എ പ്രോഗ്രാം ഓൾറെഡി അവൈലബിൾ ഇൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഉള്ള സാധനം, അതായത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഓൾറെഡി കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് നോട്ട് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് എന്താണ് നോട്ട് പാഡ് എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. നോട്ട് പാഡ് ഈസ് എ പ്രോഗ്രാം ഓൾറെഡി അവൈലബിൾ ഇൻ എ കമ്പ്യൂട്ടർ. ജസ്റ്റ് നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് എ പ്രോഗ്രാം, അതൊരു പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയാണ്? ഹൗ ടു യൂസ്, എങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്? ടു ടൈപ്പ് ലെറ്റേഴ്സ്, ടു ടൈപ്പ് എനിത്തിങ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് നോട്ട് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ടു സ്റ്റാർട്ട് നോട്ട് പാഡ്, എങ്ങനെ നമുക്ക് നോട്ട് പാഡ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നോട്ട് പാഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ടു സ്റ്റാർട്ട് നോട്ട് പാഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ. എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ബട്ടണിൽ, കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ ആദ്യം എന്ത് ചെയ്യുക? ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ബട്ടണിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ദ സ്റ്റാർട്ട് മെനു അപ്പിയേഴ്സ്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് മെനു അപ്പിയർ ആയിട്ട് വരും. ഈ സ്റ്റാർട്ട് മെനുവിൽ നമ്മൾ മിക്ക പ്രോഗ്രാംസും എടുക്കുന്നത് എവിടെ നിന്നാണ്? ഓൾ പ്രോഗ്രാംസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്റ്റാർട്ട് മെനു വന്നു കഴിയുമ്പോൾ സ്റ്റാർട്ട് മെനുവിൻ്റെ അകത്ത് എന്തുണ്ട്? ഓൾ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെവിടെയാണ്? ലെഫ്റ്റ് പെയിനിൽ, അതായത് ലെഫ്റ്റ് സെക്ഷനിൽ കേട്ടോ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലായിട്ട്. ഓക്കെ, നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിലായിട്ട്, മനസ്സിലായോ? ആ ലെഫ്റ്റ് പെയിനിൽ എന്ത് വരും? ഓൾ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഓൾ പ്രോഗ്രാംസ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഈ ഓൾ പ്രോഗ്രാംസിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലിസ്റ്റുകളും എന്ത് ചെയ്യും? ഓപ്പണായിട്ട് വരും അല്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു ഓപ്ഷനാണ് ആക്സസറീസ്. എന്താണ്? ആക്സസറീസ്. അപ്പോൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ആക്സസറീസ്. അടുത്ത് എന്ത് ചെയ്യണം? ആക്സസറീസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ആക്സസറീസിൻ്റെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ട്? നോട്ട് പാഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്.
ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ഓൺ നോട്ട് പാഡ്. നോട്ട് പാഡിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ട് പാഡിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, നോട്ട് പാഡ് വിൻഡോ അപ്പിയേഴ്സ്. നോട്ട് പാഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നോട്ട് പാഡ് വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്? ഫസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ബട്ടണിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ ഓപ്പൺ ആയിട്ട് വരും, സ്റ്റാർട്ട് മെനു ഓപ്പൺ ആയിട്ട് വരും. സ്റ്റാർട്ട് മെനുവിൽ നിന്നും ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ലിസ്റ്റ് വരും. അതിൽ നിന്നും ആക്സസറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ആക്സസറീസ് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നോട്ട് പാഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നോട്ട് പാഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോട്ട് പാഡ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എല്ലാ കുഞ്ഞുങ്ങളും ഈ ഫിഗർ നോക്കിയാൽ 7.1 എന്ന് പറയുന്ന ഫിഗർ എന്താണെന്നറിയാമോ, സ്റ്റാർട്ട് മെനു, അതായത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുന്ന ഡേറ്റ, ദാറ്റ് ഈസ് സ്റ്റാർട്ട് മെനു. ആ ഒരു പിക്ചറാണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്, 7.1 കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി 7.2 നോക്കിയേ ഫിഗർ, നോട്ട് പാഡ് ഇൻ ആക്സസറീസ് ഫോൾഡർ. അതായത് ആക്സസറീസിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നോട്ട് പാഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. കണ്ടോ സെലക്ട് ചെയ്തിട്ടേക്കുന്ന കണ്ടോ. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫിഗർ കൊടുത്തത്. അപ്പോൾ ആക്സസറീസിൻ്റെ ഉള്ളിൽ നോട്ട് പാഡ് കണ്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്ത് നോക്കി, ഇതാണ് നോട്ട് പാഡ് വിൻഡോ. 7.3 കണ്ടോ, ഇതാണ് നോട്ട് പാഡ് വിൻഡോ. ഇനി ഇതിൻ്റെ അകത്ത് എന്താ, പാർട്സ് ഓഫ് എ നോട്ട് പാഡ് വിൻഡോ. നോട്ട് പാഡ് വിൻഡോയുടെ പാർട്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, ഏറ്റവും മുകളിൽ കണ്ടോ അൺടൈറ്റിൽഡ് നോട്ട് പാഡ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് കണ്ടോ. ആ ഏരിയയ്ക്ക് പറയുന്ന പേരെന്താണ്, ടൈറ്റിൽ ബാർ. എന്താണ്, നോട്ട് പാഡിൻ്റെ ഏറ്റവും മുകളിലുള്ള റോയ്ക്ക് പറയുന്ന പേരെന്താണ്, ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൻ്റെ യൂസ് എന്താണെന്നറിയാമോ? ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആ നോട്ട് പാഡിൽ നമ്മൾ കൊടുക്കുന്ന പേര്, നമ്മൾ ആ നോട്ട് പാഡിന് എന്ത് ടൈറ്റിലാണോ കൊടുക്കുന്നത് ആ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ് ഇവിടെ ടൈറ്റിൽ ബാറിൽ. ഓക്കെ, ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പേര് കൊടുക്കത്തില്ല അല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷമല്ലയോ നമ്മൾ സേവ് ചെയ്യുള്ളൂ. അപ്പോൾ ഡീഫോൾട്ടായിട്ട് അവർ തന്നെ എന്ത് ചെയ്യും, ഒരു പേര് ക്രിയേറ്റ് ചെയ്യും. ആ പേരാണ് ഈ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡേറ്റ ഒക്കെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് സേവ് ചെയ്യുമ്പോൾ നമുക്കിഷ്ടമുള്ള പേരിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ആ പേരായിരിക്കും എവിടെ വരിക, ഈ മേളിൽ അൺടൈറ്റിൽഡ് നോട്ട് പാഡ് എന്നുള്ള ആ ഒരു പ്ലേസിൽ വന്ന് കിടക്കുക. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു ഡിസ്പ്ലേ ദ ടൈറ്റിൽ ഓഫ് ദ നോട്ട് പാഡ്. നമ്മൾ ഏത് നോട്ട് പാഡ് ആണോ കൊടുക്കുന്നത് അതിൻ്റെ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് എവിടെയാണ്, ടൈറ്റിൽ ബാറിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, മെനു ബാർ. മെനു ബാർ ആണ്, അതായത് ജസ്റ്റ് ബിലോ ദ ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, മെനു ബാർ. ഓക്കെ, മെനു ബാറിൽ ഏതൊക്കെ കാര്യങ്ങളുള്ള, ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, വ്യൂ, ഹെൽപ്പ്, അതായത് ആ ഒരു റോയിലുള്ള ഡേറ്റാസ്, ദാറ്റ് ഈസ് മെനു ബാർ. ഓക്കെ, ദെൻ ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ, റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പ് കോർണറിൽ കണ്ടോ ഒരു റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇൻറ്റു മാർക്ക് കണ്ടോ, വിച്ച് ഈസ് ക്ലോസ് ബട്ടൺ. എന്താണത്, ക്ലോസ് ബട്ടൺ. നമ്മൾ ഓപ്പൺ ചെയ്ത നോട്ട് പാഡ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഏത് ചെയ്താൽ മതി, ഈ ഇൻറ്റു മാർക്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത നോട്ട് പാഡ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയും വൺ മോർ ഏരിയയും കൂടെ ഉണ്ട്. അത് ഏത് ഏരിയ, ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ടൈപ്പിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. വേർഡ്സ്, നമ്പേഴ്സ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഏരിയ ഏതാണ്, ഈ ടെക്സ്റ്റ് ഏരിയ. അതായത് ഈ മിഡിൽ സെക്ഷൻ, ഈ ബ്ലാങ്ക് ആയിട്ടുള്ള വൈറ്റ് സ്പേസ്. ഓക്കെ, ദാറ്റ് ഈസ് ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, അപ്പോൾ നോട്ട് പാഡിൻ്റെ ഏതൊക്കെ പാർട്സ് പഠിച്ചു, ടൈറ്റിൽ ബാർ, മെനു ബാർ, ക്ലോസ് ബട്ടൺ, ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, ദെൻ നോക്കിക്കേ, ദ നോട്ട് പാഡ് വിൻഡോ ഹാസ് മെനി പാർട്സ്. ഓരോന്നിൻ്റെയും യൂസേജ് കൊടുത്തിട്ടുണ്ടല്ലേ. ടൈറ്റിൽ ബാർ എന്താ കാണിക്കുന്നത്, ഇറ്റ് ഷോസ് ദ നെയിം ഓഫ് ദ ടെക്സ്റ്റ് ഫയൽ. മിസ് പറഞ്ഞില്ലയോ, ടെക്സ്റ്റ് ഫയലിൻ്റെ നെയിം കാണിക്കുന്നതാണ് ഇവിടെ ടൈറ്റിൽ ബാറിൽ. ദെൻ മെനു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് മെനൂസ് സച്ച് ആസ് ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, വ്യൂ ആൻഡ് ഹെൽപ്പ്. അതായത് മെനൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ് മെനു ബാറിൽ.
ഓക്കെ. ദെൻ ക്ലോസ് ബട്ടൻ്റെ യൂസേജ് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലോസ് നോട്ട് പാഡ്. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? നോട്ട് പാഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ബ്ലാങ്ക് വൈറ്റ് സ്പേസ് വെയർ വാട്ട് വി ടൈപ്പ് അപ്പിയേഴ്സ്. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് കാണുന്നത് എവിടെയാണ്? ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഈ വൈറ്റ് സ്പേസിലാണ്. ഓക്കെ. ആൻഡ് ദാറ്റ് ഏരിയ ഈസ് കോൾഡ് ടെക്സ്റ്റ് ഏരിയ. ആ ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? ടെക്സ്റ്റ് ഏരിയ. ഓക്കെ. ദെൻ അടുത്ത് നമുക്ക് നോക്കാം ടൈപ്പിംഗ് ഇൻ നോട്ട് പാഡ്. ഇനി എങ്ങനെയാണ് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ. ടൈപ്പിംഗ് ഇൻ നോട്ട് പാഡ്. ഓക്കെ. നോക്കിയേ, നോട്ട് പാഡ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ടൈപ്പ് ലെറ്റേഴ്സ്, വേർഡ്സ് ഓർ സെൻറ്റൻസസ്. എന്താണ്? നോട്ട് പാഡ് സാധാരണയായി നമ്മൾ അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്? ടു ടൈപ്പ് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനായിട്ട്, വേർഡുകൾ ടൈപ്പ് ചെയ്യാനായിട്ട്, സെൻറ്റൻസസ് ഒക്കെ ടൈപ്പ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നോട്ട് പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓൺ ഓപ്പണിംഗ് നോട്ട് പാഡ് യു വിൽ സീ എ ബ്ലിങ്കിങ് കഴ്സർ. എന്താണ്? നോട്ട് പാഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മൗസ് കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യു വിൽ സീ എ ബ്ലിങ്കിങ് കഴ്സർ. നമുക്ക് മൗസ് കഴ്സർ ബ്ലിങ്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നറിയാമോ? ടു സ്റ്റാർട്ട് ടൈപ്പിംഗ്. നമ്മൾ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തോ എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് അത് കേട്ടോ. കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ടൈപ്പ് ചെയ്തോ, തുടങ്ങിക്കോ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് കേട്ടോ. ദിസ് ഷോസ് യു ക്യാൻ സ്റ്റാർട്ട് ടൈപ്പിംഗ് ഇൻ നോട്ട് പാഡ്. മിസ് ഇപ്പോൾ പറഞ്ഞല്ലോ ഇതെന്തിനു വേണ്ടിയാണ് ഷോ ചെയ്യുന്നത്? ടു സ്റ്റാർട്ട് ടൈപ്പിംഗ് ഇൻ നോട്ട് പാഡ്. നോട്ട് പാഡിൽ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ളത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് ഈ എന്തെന്ന് പറയുന്നത്? ഈ കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്ത എന്താ? ഇഫ് യു വാണ്ട് ടു ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ. നമുക്കിനി ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു വേർഡ് എഴുതി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വേർഡ് നമുക്ക് നെക്സ്റ്റ് ലൈനിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? അത് നെക്സ്റ്റ് ലൈനിലേക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? പ്രസ് ദ എൻ്റർ കീ പ്രസ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു വേർഡ് എഴുതി അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതി. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താ? വാണ്ട് ടു ഗോ ടു ദ നെക്സ്റ്റ് ലൈനിലേക്ക് നമുക്ക് പോകണം. സോ ഓൾ ഓഫ് യു പ്രസ് ദ എൻ്റർ കീ. അപ്പോൾ എല്ലാവരും എന്ത് പ്രസ് ചെയ്യണം? എൻ്റർ കീ പ്രസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഒരു വേർഡ് കഴിഞ്ഞിട്ട് ആ ലൈനിലല്ലാതെ അടുത്ത ലൈനിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കഴ്സർ എവിടെ വരും? തൊട്ടടുത്ത ലൈൻ വരും. ഓക്കെ. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈനിൽ നേർക്കായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മൗസ് കഴ്സർ ഓൺ നോട്ട് പാഡിലെ മൗസ് കഴ്സർ, അതായത് ഈ ബ്ലിങ്ക് ചെയ്യുന്ന കഴ്സറാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ അടുത്ത കണ്ടോ ടൈപ്പിംഗ് ഇൻ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന കണ്ടോ വൈൽഡ് ആനിമൽസ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട്, വൈൽഡ് ആനിമൽസ് എന്നൊരു മെയിൻ ഹെഡിങ് കൊടുത്തിട്ട് ഒരു സ്പേസ് ഇട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം എൻ്റർ ചെയ്തു. ദെൻ ഒരു പ്രാവശ്യം കൂടെ എൻ്റർ ചെയ്തിട്ടാണ്, അപ്പോൾ 2 ലൈനിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വന്നു അല്ലേ. ദെൻ അടുത്ത് എന്തെഴുതി? ലൈൻ എഴുതി. ദെൻ എൻ്റർ കീ കൊടുത്തു. ദെൻ ഓക്കെ, ലൈൻ കഴിഞ്ഞിട്ട് എൻ്റർ കീ കൊടുത്തു. ടൈഗർ. ദെൻ എൻ്റർ കീ കൊടുത്തു. ലിയോപാഡ്. പിന്നെ ഇത് കൊടുത്തു ഫോക്സ്, ബിയർ, ഡിയർ. ഇതെല്ലാം എന്താ കൊടുത്തിരിക്കുന്നത്? ഓരോ വേർഡും എഴുതിയിട്ട് എൻ്റർ കീ കൊടുത്തു അല്ലേ. അന്നേരം അടുത്ത ലൈനിലായിട്ട് വന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നോട്ട് പാഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നോക്കിക്കേ, ലുക്ക് അറ്റ് ദ വേർഡ് നോട്ട് പാഡ് റിട്ടേൺ ബിലോ. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ 3 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് സൈസ്. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മൾ എഴുതുന്ന വേർഡ് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സെൻറ്റൻസിനോ ലെറ്റേഴ്സിനോ ഒക്കെ വേറെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ വേറെ സൈസിൽ, ഇപ്പം നമ്മൾ എഴുതുന്നത് ഒരു നോർമൽ സൈസിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ സൈസിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കണം അല്ലെ, കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കണം. അപ്പോൾ എന്ത് ചെയ്യും? സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ പിക്ചർ കണ്ടോ? ആദ്യത്തെ നോട്ട് പാഡ് എന്നുള്ള വേർഡ് എഴുതിയേക്കുന്നതും രണ്ടും മൂന്നാമതും എഴുതിയേക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? 3 രീതിയാണല്ലേ. അതായത് 3 സ്റ്റൈലിലാണ് എഴുതിയേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോട്ട് പാഡിൽ ടെക്സ്റ്റൊക്കെ നമ്മൾ കൊടുക്കുന്ന വേർഡ്, സെൻറ്റൻസ് ഇതൊക്കെ നമുക്കുണ്ടല്ലോ ഡിഫറെൻറ്റ് സ്റ്റൈൽസിലും ഡിഫറെൻറ്റ് സൈസിലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, അതാണ് ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് കേട്ടോ. ഇൻ നോട്ട് പാഡ് യു ക്യാൻ ടൈപ്പ് ടെക്സ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് സൈസ്. നോട്ട് പാഡിൽ ഡിഫറെൻറ്റ് സ്റ്റൈലിലും ഡിഫറെൻറ്റ് സൈസിലും ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ടെക്സ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത് എന്തെന്നറിയാമോ? വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് വേർഡോ സെൻറ്റൻസോ അതിനെ പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആർ കോൾഡ് ഫോണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ഫോൺസ്. ഓക്കെ, ദ സൈസ് ഓഫ് ദ ടെക്സ്റ്റ് ഈസ് കോൾഡ് ഫോണ്ട് സൈസ്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് ചെറുതും വലുതും ഒക്കെ ആക്കാൻ പറ്റുന്നില്ലേ? ആ ഒരു സൈസ്, ആ സൈസിന് നമുക്ക് എന്തെന്ന് പറയാം? ഫോണ്ട് സൈസ് എന്ന് പറയും. അപ്പോൾ സ്റ്റൈലിനെ എന്ത് പറയാം? ഡിഫറെൻറ്റ് സ്റ്റൈൽസിന് നമുക്ക് ഫോൺസ് എന്ന് പറയാം. പിന്നെ ദ സൈസ് ഓഫ് ദ ടെക്സ്റ്റ്, ടെക്സ്റ്റിൻ്റെ സൈസിനെ നമുക്ക് ഫോണ്ട് സൈസ് എന്നും പറയാം. ഓക്കെ, ദെൻ അടുത്ത് നോക്കി, ടു ചേഞ്ച് ഫോണ്ട് ആൻഡ് ഫോണ്ട് സൈസ്. എങ്ങനെ ഫോണ്ടും ഫോണ്ട് സൈസും നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നോക്കിക്കേ എങ്ങനെയാണ്. ഓൺ ദ മെനു ബാറിൽ ലെഫ്റ്റ് ക്ലിക്ക് ദ ഫോർമാറ്റ് മെനുവിനെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്ത് വരും? എ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് അപ്പിയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 7.7. 7.7 കാണുന്ന പോലെ ഒരു ലിസ്റ്റ് ഓഫ് പിക്ചേഴ്സ് ഓപ്പൺ ആയിട്ട് വരും. അതായത് 7.7 എന്ന് പറയുന്ന ഫിഗർ ഇതാണ് കേട്ടോ. അപ്പോൾ ഫോർമാറ്റ് ഓപ്പൺ ചെയ്യുമ്പം വേർഡ് വ്രാപ്പ്, ഫോണ്ട് എന്ന് പറഞ്ഞ് കണ്ടോ. അപ്പോൾ ഈ ഫോണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണ്ടിൻ്റെ സ്റ്റൈൽസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ സൈസൊക്കെ നമുക്ക് കിട്ടും അതിൽ നിന്ന് കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? മെനു ബാറിൽ പോവുക, ഫോർമാറ്റ് മെനുവിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലെഫ്റ്റ് ക്ലിക്ക് ദ ഫോണ്ട് ഓപ്ഷൻ. അതായത് ഈ 7.7 കണ്ടോ, ഫോണ്ട് എന്ന് പറഞ്ഞ് കണ്ടോ, ഈ ഫോണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഫോണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഫോണ്ട് ഡയലോഗ് ബോക്സ് അപ്പിയർ ആയിട്ട് വരും. അതായത് ഈ ഫോണ്ട് ഓപ്ഷൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡേറ്റാസ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? അണ്ടർ ദ ഫോണ്ട് ആൻഡ് സൈസ്, ഫോണ്ടിനും സൈസിന് താഴെയായിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ദ ഡൗൺ ആരോ ടു. ഡൗൺ ആരോയുടെ സിമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഫോണ്ടിന് താഴെയും ഒരു ഡൗൺ ആരോ ഉണ്ട്, സൈസിന് താഴെയും ഡൗൺ ആരോ ഉണ്ട്. ഫോണ്ട് താഴത്തെ ഡൗൺ ആരോ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പം ലിസ്റ്റ് ഓഫ് ദ സ്റ്റൈൽസ് ആർ അപ്പിയേഴ്സ്. എന്താണ്? സ്റ്റൈൽസിൻ്റെ ലിസ്റ്റ് അപ്പിയർ ആയിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ സൈസിൻ്റെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പം ഡിഫറെൻറ്റ് സൈസ് നമുക്ക് അപ്പിയർ ആയിട്ട് കാണും. 12, 14, 16 അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സൈസസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫോണ്ട് സൈസും സ്റ്റൈലും ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡൗൺ ആരോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ലിസ്റ്റിൽ നിന്നും ഏത് സൈസ് അല്ലെങ്കിൽ ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെയിൽ ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ ബട്ടണിൽ ലാസ്റ്റ് കണ്ടോ 7.8 ഓക്കെ ബട്ടൺ കണ്ടില്ലേ? ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന വേർഡോ സെൻറ്റൻസോ എന്തും ആയിക്കോട്ടെ. നമ്മൾ മുമ്പേ ഒരു എക്സാമ്പിൾ പഠിച്ചില്ല, വൈൽഡ് ആനിമൽസ് എന്ന് എഴുതിയിട്ട് ലയൺ, ടൈഗർ അങ്ങനെ കൊടുത്തില്ലേ? ഇനി എനിക്ക് ഈ വൈൽഡ് ആനിമൽസ് എന്നുള്ളതിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതാക്കുക. അതൊരു ഹെഡിങ് ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ മെനു ബാറിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ആദ്യം നമ്മുടെ ഇത് സെലക്ട് ചെയ്യണം കേട്ടോ. വൈൽഡ് ആനിമൽസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നേരെ മെനു ബാറിൽ ഫോർമാറ്റിൽ പോവുക. ഫോർമാറ്റിൽ നിന്ന് ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. ഫോണ്ടിൽ നിന്ന് എന്തുണ്ടാവും? ഫോണ്ട് സൈസും ഉണ്ട്, സ്റ്റൈലും ഉണ്ട്. അപ്പോൾ നമുക്ക് സൈസ് മാറ്റണമെങ്കിൽ ഫോണ്ട് സൈസിൻ്റെ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈസ് അവിടെ ഉണ്ട്. ഏത് സൈസാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അന്നേരം നോർമലി ഉള്ള ആ സൈസിൽ നിന്നും അതിന് ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് സ്റ്റൈലും. ഓക്കെ, അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇത്രയും പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മുടെ പോർഷൻസ് തീരും കേട്ടോ. അതിനുശേഷം നമുക്ക് എക്സാം ഇടാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.